ഹലോ ഫ്രണ്ട്സ്, ന്യൂ അപ്ഡേറ്റ്സ് ചാനലിലേക്ക് സ്വാഗതം. മിഷൻ ഇമ്പോസിബിൾ ദ ഫൈനൽ റെക്കണിംഗ് എന്ന് പറഞ്ഞ ഭാഗത്ത് നിന്ന് 5 പോസ്റ്റേഴ്സ് കിട്ടിയിട്ടുണ്ട്. 5 ഞാൻ സ്ക്രീനിൽ കാണിച്ചു പോകാം. പിന്നെ കിഷ്കിന്ദാപുരി എന്ന് പറഞ്ഞിട്ടുള്ള ബെലംകൊണ്ട ശ്രീനിവാസിന്റെ പടം അവിടത്തിന്റെ ഫസ്റ്റ് ഗ്ലിംസ് വരാൻ പോവാണ്. അത് ഏപ്രിൽ 29 എന്നുള്ള അറിയിച്ചിട്ടുണ്ട്, എന്ന് വെച്ചാൽ നാളെ. പിന്നെ ആലപ്പുഴ ജിംഖാന എന്ന് പറഞ്ഞ പടം തെലുങ്കിൽ റിലീസായിരുന്നു. അപ്പോൾ അവിടുത്തെ 2 ദിവസത്തെ കളക്ഷൻ 2.45 കോടിയാണെന്നുള്ള അറിഞ്ഞിട്ടുണ്ട്. പിന്നെ ഡിറ്റക്റ്റീവ് ജലം എന്ന് പറഞ്ഞതിന്റെ കോമിക്സ് പുറത്തിറങ്ങിയിരുന്നു. അപ്പോൾ അതിൽ ലക്കം 1-ത്തെ 2ാമത്തെ ഭാഗം അത് പുറത്തിറങ്ങിയിട്ടുണ്ട്. അപ്പോൾ അതിന്റെ പോസ്റ്റേഴ്സ് അങ്ങനെ സ്ക്രീനിൽ കാണിച്ചു പോകുന്നുണ്ട്. പിന്നെ രജപുത്തിരൻ എന്ന് പറഞ്ഞ പടത്തിലത്തെ ആകാശത്തെ തൊട്ടാച്ചി എന്ന് പറഞ്ഞിട്ടുള്ള സെക്കൻഡ് സിംഗിൾ പുറത്തിറങ്ങിയിട്ടുണ്ട്. അതായത് പടത്തിന് യുവറെ സർട്ടിഫിക്കറ്റാണ് കിട്ടിയിട്ടുള്ള അറിയിച്ചിട്ടുണ്ട്. പിന്നെ പ്രിൻസ് ആൻഡ് ഫാമിലി എന്ന് പറഞ്ഞ ഭാഗത്ത് നിന്ന് ഹാപ്പി ഈസ്റ്റർ പോസ്റ്റർ വന്നിരുന്നു, ഞാൻ സ്ക്രീനിൽ കാണിക്കാം. പിന്നെ പടം മെയ് 9 തന്നെ റിലീസാവുന്ന പറഞ്ഞുകൊണ്ട് ഒരു പുതിയ പോസ്റ്റർ വന്നിട്ടുണ്ട്, അത് ഞാൻ കാണിക്കുന്നുണ്ട്. പിന്നെ മിഷൻ ത്രിശങ്കു എന്ന് പറഞ്ഞിട്ടുള്ള പടത്തിന്റെ ഒഫീഷ്യൽ ട്രെയിലർ വരാൻ പോവാണ്. അത് ഏപ്രിൽ 28 ചെന്ന് രാവിലെ 11 മണിക്കാന്നുള്ള അറിയിച്ചിട്ടുണ്ട്. പിന്നെ നരുവേട്ട എന്ന് പറഞ്ഞ പടത്തിന്റെ ഒഫീഷ്യൽ ട്രെയിലർ പുറത്തിറങ്ങിയിരുന്നു. അത് 5 മില്യൺ പ്ലസ് വ്യൂസ് കഴിഞ്ഞിട്ടുണ്ട്. ഗംഭീര ട്രെയിലർ ഉണ്ടായിരുന്നു. പിന്നെ ബൂട്ടിനി എന്ന് പറഞ്ഞ പടത്തിന്റെ ഭാഗത്ത് 4 days to go പോസ്റ്റർ വന്നു. പിന്നെ റൈഡ് 2 എന്ന് പറഞ്ഞ പടത്തിന്റെ ബുക്കിംഗ് ഒക്കെ ഓപ്പൺ ആയി തുടങ്ങിയിട്ടുണ്ട്. പിന്നെ കേസരി ചാപ്റ്റർ 2 എന്ന് പറഞ്ഞ പടത്തിന്റെ 9 കളക്ഷൻ 57.79 കോടിയാണെന്നുള്ള അറിയിച്ചിട്ടുണ്ട്. പിന്നെ സർക്കിറ്റ് എന്ന് പറഞ്ഞിടത്തിലത്തെ ജീപ്പ് സോങ് ഇന്നലെ പുറത്തിറങ്ങുന്ന പറഞ്ഞായിരുന്നു, അത് വന്നിട്ടുണ്ട്. പിന്നെ ഒഡേല 2 എന്ന് പറഞ്ഞിടത്തിലത്തെ എല്ലാ പാട്ടിന്റെ ജോക്ക് ബോക്സ് പുറത്തിറക്കിയിട്ടുണ്ട്. ഇപ്പോൾ പിന്നെ പടയത്തലവൻ എന്ന് പറഞ്ഞാൽ മെയ് 23 റിലീസാവുന്ന അറിയിച്ചുകൊണ്ട് പുതിയ പോസ്റ്റർ വന്നു. പിന്നെ ബേബികൾ എന്ന് പറഞ്ഞിടത്തിൽ നിന്ന് കുഞ്ചാക്കോ ഔട്ടായിട്ട് നിവിൻപോളി ഓൺബോർഡ് ആയിട്ടുണ്ടായിരുന്നു. അപ്പോൾ എന്തായാലും ആള് ഈ പടത്തിന്റെ ഇതിലേക്ക് ജോയിൻ ചെയ്തിട്ടുണ്ട് എന്നുള്ളത് അറിഞ്ഞിട്ടുണ്ട്. പിന്നെ എൽ ടി എമ്പുരാൻ എന്ന് പറഞ്ഞ ഓട്ടിട്ട് റിലീസായിരുന്നു, ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു. ഒരു കുഴപ്പമില്ലാത്ത പടം, അത്രേ പറയാൻ പറ്റുള്ളൂ. എൻ്റെ റേറ്റിംഗ് പറയുകയാണെങ്കിൽ 10-6 ആയിട്ട് പറയും. ലൂസിഫർ വാസ് ദ ബെസ്റ്റ്. പിന്നെ മോഹൻലാലിന്റെ ഒപ്പം ഇറങ്ങിയ പടം തുടരും വന്നിട്ടുള്ളൂ. ഈ പടത്തിന്റെ കേരളത്തിലെ 2ാമത്തെ ദിവസത്തെ കളക്ഷൻ 7 കോടിയാണ് വന്നിട്ടുള്ളത്. അതേമാതിരി റെസ്റ്റ് ഓഫ് ഇന്ത്യയിലത്തെ 2.40 കോടിയാണ്. അങ്ങനെ മൊത്തം നോക്കുകയാണെങ്കിൽ കേരളത്തിൽ നിന്ന് 12.10 കോടിയും റെസ്റ്റ് ഓഫ് ഇന്ത്യയിൽ നിന്ന് 3.3 കോടിയും ഓവർസീസിൽ നിന്ന് 27 കോടിയാണ് 2 ദിവസം കൊണ്ട് കിട്ടിയിട്ടുള്ളത്. അങ്ങനെ 42.40 കോടിയാണ് വേൾഡ് വൈഡ് ആയിട്ട് കിട്ടിയിട്ടുള്ള പടത്തിന്. എന്തായാലും സെക്കൻഡ് ഡേയിൽ 333 കൂടുതൽ ലേറ്റ് നൈറ്റ് ഷോസ് ഒക്കെ ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. എന്തായാലും പടം 3 ദിവസം കൊണ്ട് 50 കോടി കിടക്കും. ഏറ്റവും പെട്ടെന്ന് 50 കോടി കടന്ന പടം എമ്പുരാനാണ് മലയാളത്തിലത്തെ. 2ാമത്തെ തുടരും എന്ന് പറഞ്ഞ പടമാണ് 3 ദിവസം കൊണ്ട്. പിന്നെ ആടുജീവിതം, ലൂസിഫർ, കുറുപ്പ് എന്ന് പറഞ്ഞിട്ട് അങ്ങനെയാണ് പോകും. എന്തായാലും 3ാമത്തെ ദിവസം ഞായറാഴ്ച ഈ പടത്തിന്റെ കളക്ഷൻ കേരളത്തിലത്തെ 8 കോടിയുടെ അടുത്തൊക്കെ ആയിട്ട് പറയുന്നുണ്ട്. 8 കോടി കടന്നെന്നുള്ള രീതിയിലൊക്കെ കേൾക്കുന്നുണ്ട്. എന്താണെന്നുള്ള അറിയില്ല, ഒഫീഷ്യലായി വന്നു കഴിഞ്ഞാൽ അറിയുള്ളൂ. എന്തായാലും 3 ദിവസം കൊണ്ട് 70 കോടിയുടെ മുകളിലേക്ക് കളക്ഷൻ ആയി എന്ന് കേൾക്കുന്നുണ്ട്. എന്നുവെച്ചാൽ വീക്കെൻഡ് കഴിയുമ്പോൾ 67ന്റെ അടുത്താന്നുള്ളതും കേൾക്കുന്നുണ്ട്. എന്താണെന്നുള്ളതും കൺഫേം ആയി കഴിഞ്ഞാൽ പറയാവുന്നതാണ്. പിന്നെ STR49 എന്ന് പറഞ്ഞിട്ടുള്ളൂ ഈ പടത്തിൽ നായിക എത്താൻ പോകുന്ന ആരാന്നുള്ള അറിയിക്കുന്ന രീതിയിൽ ഇന്നലെ ഒരു അപ്ഡേറ്റ് കിട്ടിയിരുന്നു. എന്തായാലും വന്നിട്ടുണ്ട്. കയാഡു ലോഹറാണ് പടത്തിൽ നായികയായി വരുന്നത്. അപ്പോൾ അതിന്റെ ഓൺബോർഡ് ആയിട്ടുള്ള പോസ്റ്റർ വന്നിട്ടുണ്ട്, ഞാൻ സ്ക്രീനിൽ കാണിക്കാം. പിന്നെ സൂര്യ റെട്രോ എന്ന് പറഞ്ഞ ബുക്കിംഗ് ഒക്കെ ഓപ്പൺ ആയി തുടങ്ങിയിട്ടുണ്ട്. തമിഴ്നാട്ടിലാണ് മെയിനായിട്ട് ഓപ്പൺ ആയിട്ടുള്ളത്. കേരളത്തിൽ ചില സ്ഥലത്തൊക്കെ ഓപ്പൺ ആയിട്ടുണ്ട്. ബാക്കിയുള്ളടത്തെ മെല്ലെ ഓപ്പൺ ആക്കും. പിന്നെ തിരുവനന്തപുരത്ത് ഇതിന്റെ ഒരു പ്രീ റിലീസ് ഇവന്റ് ഉണ്ടായിരുന്നു, അത് നടന്നിട്ടുണ്ടായിരുന്നു. എന്തായാലും അതിൽ വെച്ചിട്ട് ജോർജ് ഇത് പൊളിക്കുന്ന രീതിയിൽ പറഞ്ഞിട്ടുണ്ട്. പിന്നെ ബുക്കിംഗ് ഓപ്പൺ ആയെന്നുള്ള അറിയിച്ചുകൊണ്ട് ചെറിയൊരു വീഡിയോ പുറത്തിറക്കിയിട്ടുണ്ട്. ഒരു ചെറിയ സീക്വൻസ് ആണ്, ഒരു പാട്ട് വെച്ചിട്ട് നല്ല രസമായിട്ട് തന്നെ തോന്നി. എന്തായാലും ഈ 7 days to go പോസ്റ്റർ വന്നിട്ടുണ്ടായിരുന്നു. ഇതിന്റെ ആ പോസ്റ്ററിലത്തെ ആ കോസ്റ്റ്യൂം ഇട്ടുള്ള സംഭവമാണ്. ടീസറിലും ട്രെയിലറിലും കണ്ട ഭാഗം തന്നെയാണ്. കാണത്തുണ്ടെങ്കിൽ ജസ്റ്റ് കണ്ടു നോക്കുക. പിന്നെ പടത്തിന്റെ തമിഴ്നാട്ടിൽ ബുക്കിംഗ് തുടങ്ങിയിട്ട് പ്രീ സെയിൽസിലൂടെ 2.67 കോടി കടന്നിട്ടുണ്ട് ഓൾറെഡി. പിന്നെ ഹിറ്റ് ദ തേർഡ് കേസ് എന്ന് പറഞ്ഞ 4 days to go പോസ്റ്റർ വന്നു. ഇതിന്റെ വീഡിയോസും പുറത്തിറങ്ങുന്നുണ്ട് 4 days to go എന്നുള്ള രീതിയിൽ. അത് ഗംഭീരമായിട്ട് ഞാൻ തോന്നി. എന്തായാലും ഈ പടത്തിന്റെ ലാസ്റ്റ് 30 മിനിറ്റ് വേറെ ലെവലായിരിക്കും എന്നുള്ള രീതിയിൽ പറഞ്ഞിട്ടുണ്ട്. അതിശേഷി എന്നുവെച്ചാൽ ഹിറ്റ് 2 ആളായിരുന്നു നായകനായി എത്തിയിട്ടുണ്ടായിരുന്നു. പിന്നെ ഇതിന്റെ തെലുങ്ക് പ്രീ റിലീസ് വേണ്ടി ഇന്നലെ നടന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൽ SS രാജമൗലിയാണ് ചീഫ് ഗസ്റ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആൾ എത്തിയിട്ടുണ്ടായിരുന്നു. അതിന്റെ ഫോട്ടോയും സ്ക്രീനിൽ കാണിക്കാം. പിന്നെ വാർ 2 എന്ന് പറഞ്ഞിട്ടുള്ള പടം ഋതിക് റോഷനും NTR മെയിൻ കഥാപാത്രം എത്തുന്ന പടമാണ്. അവിടത്തിന്റെ ഒരു മോശം പോസ്റ്റർ ഈ മെയ് ഫസ്റ്റ് വീക്കിലായിട്ട് പുറത്തിറങ്ങുന്നുള്ള കേൾക്കുന്നുണ്ട്. പിന്നെ പടത്തിൽ ഒരു 20 മിനിറ്റിലും കൂടുതൽ സീൻസിൽ NTR ഷർട്ട്ലെസ് എന്ന് വെച്ചാൽ ഷർട്ടിൽ ഇല്ലാത്ത രീതിയിലായിരിക്കും അഭിനയിച്ചിട്ടുള്ളത് എന്നുള്ള രീതിയിലും കേൾക്കുന്നുണ്ട്. ജസ്റ്റ് പറഞ്ഞാൽ മാത്രം. പിന്നെ I Am Game എന്ന് പറഞ്ഞിട്ടുള്ള പടം ദുൽഖർ സൽമാന്റെ വരാൻ പോണ പടമാണ് മലയാളത്തിൽ. അപ്പോൾ അതിൻ്റെ ഷൂട്ടിംഗ് അടുത്ത ആഴ്ചയിൽ തുടങ്ങുമെന്നുള്ള രീതിയിൽ കേൾക്കുന്നുണ്ട്. മിക്കവാറും തിരുവനന്തപുരത്തായിരിക്കും സ്റ്റാർട്ട് ചെയ്യാന്നുള്ളതാണ് കേൾക്കാൻ സാധിക്കുന്നത്. എന്തായാലും ഇതിൻ്റെ മ്യൂസിക്കിന് വേണ്ടിയിട്ട് എന്തൊക്കെ ചെയ്യാൻ പറ്റുക അതൊക്കെ ചെയ്യുമെന്നുള്ള രീതിയിൽ ജെക്സ് ബിജോയ് കൺഫേം ചെയ്തിട്ടുണ്ട്. എന്തായാലും ഒരു ഗംഭീര സംഭവം തന്നെയാണ്, ഒരു എന്റർടൈനർ ആണെന്നുള്ളത് പറഞ്ഞിട്ടുണ്ട്. എന്തായാലും വെയിറ്റ് ചെയ്യുന്ന ഒരു പടമാണ്. അപ്പോൾ ഇതുപോലത്തെ അപ്ഡേറ്റ്സിന് കിട്ടാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തൊരു വീഡിയോ കാണുന്നവരേക്കും ബൈ.